$100 ബില്യൺ വമ്പൻ നിക്ഷേപങ്ങൾ 2026 ജനുവരി 1 മുതൽ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും. ഒരൊറ്റ രാജ്യം മാത്രം 1.25 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ നമ്മളുടെ സാമ്പത്തിക വളർച്ച, GDP ഉണ്ടാകുന്ന ഗ്രോത്ത്, ഒപ്പം തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഇന്ത്യ പടിപടിയായി വളർച്ച രേഖപ്പെടുത്തും. വരുന്ന 15 വർഷങ്ങൾക്കുള്ളിലായിരിക്കും ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്രിസ്റ്റഫർ ഡെക്സണും തമ്മിൽ ചരിത്രപരമായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 9 മാസം നീണ്ടു നിന്ന ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഇന്ത്യയിലേക്ക് $20 ബില്യൺ അവർ നിക്ഷേപിക്കാൻ പോകുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൽഡ് ലേബേഴ്സ് മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നു. ചൈനയിലൊക്കെ തന്നെ അവിടുത്തെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടാൻ വേണ്ടി സ്കിൽഡ് ലേബേഴ്സിനെ വളർത്തുന്നതിന് പ്രത്യേക പരിശീലന പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തു. ഏതാണ്ട് 1970-കൾ മുതൽ ഈ ഇൻവെസ്റ്റ്മെന്റ് വേവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അമേരിക്കയുടെ വലിയ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതേ മേഖലയിലേക്ക് ഇന്ത്യ ചുവടുവെക്കുന്നത്. പക്ഷെ ആ ചുവടുവയ്പ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. കാരണം 1-2 കോടി ജനങ്ങളുള്ള രാജ്യമല്ല, അല്ലെങ്കിൽ 35 കോടിയുള്ള അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. 145 കോടി ജനങ്ങളുള്ള വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യം. ആ രാജ്യം ലോകത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് അടുത്ത 15 വർഷത്തിനുള്ളിൽ നടന്നു കയറും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണാധികാരികളുടെ ചില ചുവടുവയ്പ്പുകളാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. മോദി തന്നെ പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ നമ്മൾ പലരും പരിഹസിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം മികച്ച നയതന്ത്ര ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കും. അങ്ങനെയാണ് ഫോറിൻ നേഷൻ യൂറോപ്യൻ ബ്ലോക്ക് എന്ന് പറയുന്ന 4 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ $100 ബില്യൺ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അങ്ങനെ നോർവേ, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ വൻതോതിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. നേരത്തെ നമുക്കറിയാം ഗൂഗിള്, അതുപോലെ ആപ്പിള്, മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ തന്നെ വലിയ തോതിൽ നിക്ഷേപത്തിന് ഇന്ത്യയിലേക്ക് വന്നതാണ്. അതിൻ്റെ ഇടയിൽ അമേരിക്ക ഇടങ്കോലിട്ട കാര്യമൊക്കെ അറിയാം. ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഇവർ വലിയ തോതിൽ നിക്ഷേപം നടത്തും. ഇപ്പം ന്യൂസിലൻഡ് തന്നെ $20 ബില്യൺ. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 5 വയസ്സിൽ ഉൾപ്പെട്ടതാണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച 5 രാജ്യങ്ങളുണ്ട്. UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക. ഇതിൽ UK ആദ്യം തന്നെ നമ്മളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇതിനുശേഷം ഇതാ ന്യൂസിലൻഡ് ഒപ്പുവെക്കുന്നു. ഓസ്ട്രേലിയയുടെ കാര്യം അറിയാമല്ലോ, ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒപ്പുവെക്കുന്ന പാതയിലേക്ക് എത്തി. ഇനി കാനഡ നമ്മുടെ പാതയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു. അമേരിക്കയുടെ അവസ്ഥയോ? നമുക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒമാനിൽ പോയി നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ എത്യോപ്യയിൽ ഒപ്പുവെച്ചു. അങ്ങനെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ, അതുപോലെ തന്നെ യൂറോപ്യൻ മേഖലയിൽ, ആഫ്രിക്കൻ മേഖലയിലേക്കൊക്കെ നമ്മൾ കടന്നു കയറുന്നു. നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതിൽ ഒമാൻ ഒരു നിർണായക ശക്തിയാണ്. ഒമാനിലൂടെ നമ്മൾ ഗൾഫ് മേഖലയിലേക്ക് 98% ഉൽപ്പന്നങ്ങൾ നികുതി കൂടാതെ കയറ്റി അയക്കുകയാണ്. അത് കഴിഞ്ഞ് എത്യോപ്യ വഴി നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇതേ തന്ത്രം ഉപയോഗിക്കും. അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ വലിയ ശക്തി യൂറോപ്യൻ രാജ്യങ്ങളൊന്നുമല്ല, ഇന്ത്യ തന്നെയാണെന്ന് യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ തലവന്മാർ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അവരുമായിട്ട് കൂടുതൽ ട്രേഡ് എഗ്രിമെന്റുകൾ ഉണ്ടാക്കണമെന്ന് അവർ നിലപാടെടുക്കുന്നു. പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു. അമേരിക്ക ശരിക്കും ഞെട്ടുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് $20 ബില്യൺ ന്യൂസിലൻഡ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്ത്യ അത്തരത്തിൽ വലിയ ഡെവലപ്മെന്റ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ, ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെയൊക്കെ കാഴ്ചവെച്ചു. അത് സൈനിക പ്രതിരോധ മേഖലയിൽ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത്, കാർഷിക രംഗത്ത്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന മേഖലയിൽ, ഓട്ടോമൊബൈൽ പാർട്സുകളുടെ നിർമ്മാണ മേഖലയിൽ, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വളർച്ച രേഖപ്പെടുത്തി. ഇനി വേണ്ട എന്താ? സ്കിൽഡ് ലേബേഴ്സിനെ വളർത്തിക്കൊണ്ട് അവർ നടത്തുന്ന നിക്ഷേപങ്ങൾക്കനുസരിച്ച് രാജ്യം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. 10 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നിലവിൽ നമ്മുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ സിവിക് സെൻസ് ഒക്കെ തന്നെ വളരെ പിന്നില. ഏതാണ്ട് 100ഓളം വർഷം നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ ഒരു അടിമകളെ പോലെ വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇന്നും ഇന്ത്യയിലെ പല മേഖലകളും വികസിതമല്ല.
അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതാണ്. അവിടെ നല്ല ജീവിത നിലവാരമില്ല. കാർഷിക മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ജല ദൗർലഭ്യമുണ്ട്. പക്ഷേ മറ്റൊരു മേഖലയിലേക്ക് കടന്നാലോ വലിയ വലിയ IT ഹബ്ബുകൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഉദ്യാനങ്ങൾ, മികച്ച റോഡുകൾ, വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന സാങ്കേതിക സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വളർച്ച രേഖപ്പെടുത്തുന്നു. ഇവിടെ 145 കോടി ജനങ്ങളുള്ള രാജ്യത്തെ മുഴുവൻ വികസിത മേഖലയിലേക്ക് നടത്തണമെങ്കിൽ വലിയ തോതിൽ നിക്ഷേപങ്ങൾ വരണം. അങ്ങനെ നിക്ഷേപ സൗഹൃദ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളോട് അസൂയ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ സ്ഫോടനമോ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയോ ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ മുന്നേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, കൂടുതൽ പരിശീലന സൗകര്യങ്ങൾ സ്കിൽഡ് ലേബേഴ്സിനെ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങൾ വിദേശ രാജ്യങ്ങൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 98% ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ഈ നികുതി കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാം. അതുകൊണ്ട് ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചതിന് ശേഷം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കയറ്റി അയച്ചാൽ ഇവർക്ക് വലിയ ഗുണം കിട്ടും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ മാനുഫാക്ചറിങ് പവറായി മാറാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോഴുള്ളത്. നേരത്തെ 140 കോടിയോളം ഉള്ള അല്ലെങ്കിൽ 100 കോടിയിലധികം ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. പകരം നമ്മൾ എക്സ്പോർട്ട് രംഗത്ത് ഒരു സ്ട്രാറ്റജിക് പവറായി മാറാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ആക്സസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, കർഷകർക്ക്, തൊഴിൽ സംരംഭകർക്കൊക്കെ തന്നെ വളർന്നു വരാനുള്ള അവസരങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇന്ത്യയിൽ വന്നാൽ എങ്ങനെ വളരാൻ കഴിയുമെന്ന് കാണിക്കുക. അപ്പോൾ 1.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം എന്നൊക്കെ പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ രീതി പോയാൽ 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വരും. ഇപ്പൊ സമ്പദ് ശക്തിയുടെ കാര്യത്തിൽ നമുക്കറിയാലോ, ലോകത്തെ 3-ാമത്തെയോ 4-ാമത്തെയോ രാജ്യമായിട്ട് ഇന്ത്യയും ജപ്പാനും ഒക്കെ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മാറിയിട്ട് ഇന്ത്യ 3-ാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറുന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. കാരണം പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു രാജ്യത്ത് ലേബർ കുറവാണെങ്കിൽ അവിടേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരാം. ചൈന ഒരു കാലത്ത് അമേരിക്കൻ പിന്തുണയോടെ റഷ്യയിൽ നിന്ന് അകന്നു മാറി സ്വയം പര്യാപ്തമായി മാറിയതൊക്കെ ഇങ്ങനെയാണ്. അതേ മാതൃകയിൽ ഇന്ത്യക്ക് വളരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. സൈനിക രംഗത്ത് വലിയ വളർച്ചയുണ്ട് നമുക്ക്. മാത്രമല്ല, നമുക്ക് ഒരു രാജ്യവുമായിട്ട് മാത്രമുള്ള ഒരു പാർട്ണർഷിപ്പ് അത് അത്ര നല്ലതല്ല. കാരണം കോവിഡ് കാലത്ത് നമ്മളത് വലിയ ദുരന്തം അനുഭവിച്ചു. കാരണം ഓവറായിട്ട് ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തിയില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ട്രേഡ് പാർട്ട്നേഴ്സിനെ സൃഷ്ടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും ഫൈവ് ഐസുമായിട്ടും ഒക്കെ തന്നെ നമ്മൾ വ്യത്യസ്ത തരം ബന്ധങ്ങൾ, റിലേഷൻ, അതുപോലെ തന്നെ ഉടമ്പടികൾ ഇതൊക്കെ തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ താരിഫില്ലാതെ മനുഷ്യ വിഭവശേഷിയെ കയറ്റി അയക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ വളർത്തിയെടുക്കുന്നു. ഉൽപ്പന്നങ്ങൾ കൊടുക്കാം, മനുഷ്യ വിഭവശേഷി കൊടുക്കാം. അപ്പോൾ ഇന്ത്യൻ മനുഷ്യ വിഭവശേഷി കൂടുതലായിട്ട് നമ്മൾ കയറ്റി അയച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഗുണം രാജ്യത്തിനും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ഇൻഫ്രാസ്ട്രക്ചർ ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ചൈന ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും. അതുപോലെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിലൂടെ പണം ധാരാളം കടം കൊടുക്കും. എന്നിട്ട് അവരെ കടക്കണിയിലാക്കി മിലിറ്ററി പ്രഷർ ചെലുത്തി ആ രാജ്യത്തെ വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്യുക. പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇരു രാജ്യങ്ങൾക്കും ഈക്വലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകും. ഏതൊരു ആഫ്രിക്കൻ രാജ്യവുമായിട്ടും ഏതൊരു മിഡിൽ ഈസ്റ്റ് രാജ്യവുമായിട്ടും നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ഇതേപോലെയാണ്. അതുകൊണ്ടാണ് ന്യൂസിലൻഡും UK-യും ഓസ്ട്രേലിയയും ഒക്കെ നമ്മളുമായിട്ട് സഹകരിക്കുന്നത്. അപ്പോൾ കാനഡയും സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ മരുന്നുകൾ, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ പാർട്സുകൾ, വസ്ത്രങ്ങൾ, മറ്റ് സാങ്കേതിക രംഗത്തെ ഒരുപാട് പ്രോഡക്ട്സ്, ഇവയെല്ലാം തന്നെ നമുക്ക് കയറ്റി അയക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അങ്ങനെ ഗ്ലോബൽ കമ്പനികൾ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യ വികസിത രംഗത്ത് ഒരു വലിയ മാറ്റം, അല്ലെ ഒരു നാന്ദി കുറിക്കുമെന്ന് പറയാം. അങ്ങനെ ചരിത്രപരമായ ഒരു നീക്കത്തിലേക്ക് 2026 ജനുവരി 1 മുതൽ നമ്മൾ പ്രയാണം ആരംഭിക്കുകയാണെന്ന് പറയാം. മറ്റ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യ എല്ലാ മേഖലയിലും വളരുന്നു. 1.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ
10 ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും തൊഴിൽ കിട്ടുന്നു. നമ്മുടെ സിവിക് സെൻസ്, ജീവിത നിലവാരം, അതുപോലെ തന്നെ നമ്മുടെ GDP ഗ്രോത്ത്, എക്കണോമിക് വളർച്ച, ഇതെല്ലാം തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു വികസിത സങ്കല്പം നമ്മൾ സൃഷ്ടിക്കുന്നു. അത് കൃത്യമായിട്ട് 15 വർഷത്തിനുള്ളിൽ നടപ്പാകുന്നു. അങ്ങനെ വികസിത രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറാൻ പോകുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ ഉടമ്പടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.